ന്യൂസിലൻഡ് ജോലി വാഗ്ദാന തട്ടിപ്പിൽ ചിഞ്ചു അനീഷ് പണം തട്ടിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചിഞ്ചുവിനെതിരെ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടന്നു. കാലടി കടവന്ത്ര സ്റ്റേഷനുകളിലെ കേസുകളിൽ അറസ്റ്റിന് നീക്കം. കടവന്ത്ര പോലീസ് പ്രൊഡക്ഷൻ വാറണ്ടിന് അപേക്ഷ നൽകും. എന്റെ വീട്ടിൽ ആൾക്കാർ വന്നിരിക്കുകയാണ്, ബിബിനും അവരൊക്കെ. മേഡം അവരുടെ അടുത്ത് 3 ദിവസം ഡേ പറഞ്ഞിരുന്നോ? എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇറങ്ങിപ്പോളാം പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? മേഡം പറയും. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു ചെക്ക് തരാം. എനിക്ക് ചെക്ക് വേണ്ട മേഡം, എനിക്ക് ക്യാഷ് ആയിട്ട് തന്നിട്ട് പോയോ? ക്യാഷ് ഇട്ടേക്കും, ക്യാഷ് ഇട്ടേക്കും. അല്ല മേഡം, ഞാൻ തരാണ്ട് ഞാൻ പോലും. ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. എനിക്ക് പറ്റില്ല. എത്ര ദിവസമായി മേഡം ഇങ്ങനെ ഇട്ട് മനുഷ്യനെ കറക്കണം? 5 മാസം മേഡം, 5 മാസമായി ആ അമലിന്റെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും മാറി വിളിക്കുകയാണ്. ചെക്ക് എന്തിനാ? ഞാൻ തരാണ്ട് പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ കൊച്ചിന് ശ്വാസം മുട്ട് കൂടുതലായിട്ട് വന്നേക്കണേ. പറ്റില്ല മേഡം, എന്റെ വീട്ടിൽ അതുപോലെ ആൾക്കാർ വന്നിരിക്കുകയാണ്. ഞാൻ ഇത്ര നാളായിട്ട് നിങ്ങളോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ, ചിഞ്ചുവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി പോലീസിന്റെ തുടർ നടപടികൾ? ഏതാണ്ട് 10 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയ സ്ത്രീയാണ് ചിഞ്ചു. പുനലൂർ സ്വദേശി നിഷാദിന്റെ പരാതിയിലാണ് ഇക്കഴിഞ്ഞ ദിവസം പുനലൂർ പോലീസ് ഇവരെ എറണാകുളത്ത് നിന്ന് പിടികൂടി റിമാൻഡ് ചെയ്ത് ഇപ്പോൾ ഇവർ കൊട്ടാരക്കര സബ് ജയിലിലാണുള്ളത്. ഇവരെ പിടികൂടിയതോടുകൂടി സംസ്ഥാനത്തിന്റെ മിക്ക സ്റ്റേഷനുകളിലും ഈ തട്ടിപ്പിന് ഇവർക്കെതിരെ കേസുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളുണ്ട്, വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇതിൽ ഓരോ വീഡിയോ ദൃശ്യങ്ങളാണ് ദിനം പ്രതി പുറത്തു വരുന്നത്. സാധാരണക്കാരായ ആളുകളുടെ തൊഴിൽ ചൂഷണം ചെയ്തുകൊണ്ടാണ് 11 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ന്യൂസിലാൻഡിലേക്കും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമായി ഇവർ വാങ്ങിയത്. എന്തായാലും ഇപ്പോൾ കാണിച്ച ദൃശ്യം ഒരു യുവതിയാണ്. അവർക്കും ഇത്തരത്തിൽ ന്യൂസിലാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുന്നതാണ്. എന്തായാലും കാലടി പോലീസ് നിലവിൽ ഇവരെ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവർ ഈ നിഷാദിന്റെ കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും ഇവർക്ക് മറ്റ് കാലടി പോലീസിന്റെ അറസ്റ്റിൽ പിന്നീട് അടുത്ത ജാമ്യം എടുക്കേണ്ടി വരും. ഇതിനുശേഷം കടവന്ത്ര പോലീസും ഇവരെ ഇപ്പോൾ പ്രൊഡക്ഷൻ വാറണ്ടിനായി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഈ ചിഞ്ചു അനീഷിനെതിരെ കരുനാഗപ്പള്ളിയിലും ഒരു പരാതി ലഭിച്ചതിൽ ആ കേസിലും പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. ഇനി വിവിധ സ്റ്റേഷനുകളിൽ അതുപോലെ തൃശ്ശൂര്, മലപ്പുറം, അങ്ങനെ മറ്റ് സ്റ്റേഷനിലൊക്കെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ തന്നെ പോലീസ് നടപടി വരുന്നതോടുകൂടി ഇവർക്ക് വളരെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലാണ് നിലവിൽ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാലടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കേസ് നാളെ പുനലൂർ കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. സോന. ശരി, ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.